ഫിലിപ്പിയ ലേഖനം നമ്മുടെ പഠന വിധേയമാക്കി തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു എന്ന് പറയണം. നമുക്ക് എല്ലാ ആഴ്ചയും ഈ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ തീർക്കാമായിരുന്നു. എന്നാൽ നമുക്ക് മിക്കവാറും മാസത്തിൽ ഒരു തവണ മാത്രമാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പൊ ആ സമയ പരിമിതിക്കുള്ളിലാണ് നമ്മൾ ഇത്രത്തോളം ചിന്തിക്കാനൊക്കെ ദൈവം അവസരമൊരുക്കിയത്. മൂന്നാം അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാം അധ്യായത്തിന്റെ 11 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ബൈബിൾ സ്റ്റഡി വേളയിൽ നമ്മൾ പഠിച്ചത്, ധ്യാനിച്ചത്. ഇന്ന് 12 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആമേൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുൻപ് ആ നമ്മുടെ ഈ ഫിലിപ്പിയ ലേഖനത്തെ 3-ാം അധ്യായത്തെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ഭാഗമാണ് ഈ വാക്യങ്ങൾ ഉൾപ്പെടുന്ന 12 മുതലുള്ള വാക്യങ്ങളിൽ ഇതിന്റെ മൂന്നാമത്തെ ഭാഗമായി, ഈ അധ്യായത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയും. 3-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്ക് നമ്മളൊരു ടൈറ്റിൽ കൊടുത്താൽ അത് പ്രസിംഗ് ടുവേർഡ് ദ ഗോൾ, ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നു അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് ആയുന്നു എന്ന ഒരു ചിന്തയാണ് ഇതിന് പൊതുവിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. 12-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുന്നു: ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. നോട്ട് ആസ് ദോ ഐ ഹാഡ് ഓൾറെഡി അറ്റൈൻഡ് either were already perfect, but I follow after, if that I may apprehend that for which also I am apprehended of Jesus Christ, or Christ Jesus. നമുക്ക് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന ചിന്തകളിലേക്കും അതിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചനകളിലേക്കും കടന്നു വരാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നോട്ട് ആസ് ദോ ഐ ഹാഡ് ഓൾറെഡി അറ്റൈൻഡ്, ഞാൻ ലഭിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നേടിക്കഴിഞ്ഞു എന്ന് അല്ല, ഞാൻ അറ്റൈൻ ചെയ്തു എന്ന് അല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക്. നോക്കൂ, ദിസ് വേർഡ്സ് ആൻഡ് ടു ഫോളോയിങ് ആർ ഫുൾ ഓഫ് അലൂഷൻസ് ടു ദ ഗ്രേഷ്യൻ റൈസസ്. ഇവിടെ ഈ വാക്യം അതുപോലെ അടുത്ത ഭാഗത്തൊക്കെ പുരാതന ഗ്രീക്ക് വേൾഡിൽ ഉണ്ടായിരുന്ന ഓട്ടമത്സരം, അതിനെ ഒരു ഉദാഹരണമായി അവതരിപ്പിച്ചുകൊണ്ടാണ്, ഒരു റേസിനെ അല്ലെങ്കിൽ എന്താ പറയുക, ഓട്ടമത്സരത്തെ ഒരു ഉദാഹരണമായി അവതരിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ അർത്ഥം ഞാൻ നേടിക്കഴിഞ്ഞു, ഞാൻ എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അതെന്റെ കയ്യിലായിക്കഴിഞ്ഞു, ഞാൻ ആ നേട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അഭിനയിക്കുന്നില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പിന്നെ എനിക്ക് ഉറപ്പുണ്ട്, പൗലോസ് അപ്പോസ്തലന് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഈ എഴുത്തുകാരന് ഉറപ്പുണ്ട്, ഹി ഹാഡ് ഇൻഡീഡ് ബീൻ കൺവേർട്ടഡ്, രക്ഷിക്കപ്പെട്ട ആളാണ്. പാപത്താൽ മരണം അനുഭവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു, ആത്മീയ ഉയർപ്പ് അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയാണ് എന്ന് തനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവനും സമാധാനവും താൻ ആ വീണ്ടും ജന്മത്താലുള്ള ഇതെല്ലാം താൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ തന്റെ മുന്നിൽ എന്തുണ്ട്? ഒരു ഗ്ലോറിയസ് ഒബ്ജക്റ്റ് തന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നമ്മള് ഓട്ടമത്സരം വിജയിക്കുന്ന ആളിന് മെഡൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ പൗലോസ് അപ്പോസ്തലൻ മുന്നിൽ കാണുന്നത് എന്താണ്? ഒരു പ്രതിഫലം മുന്നിൽ കാണുന്നുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന ആ ലക്ഷ്യം, ദൈവം വെച്ചിരിക്കുന്ന ആ പ്രതിഫലം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയും പ്രാപിച്ചിട്ടില്ല. അതിലേക്ക് ഞാൻ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇതിലൂടെ പ്രസ്താവിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത് പറയുന്നത് ഐദർ വെയർ ഓൾറെഡി പെർഫെക്റ്റ്, ഞാൻ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ പിടിച്ചു എന്നല്ല, അല്ലെങ്കിൽ ഞാൻ ലഭിച്ചു കഴിഞ്ഞവനായി, എനിക്ക് ഓൾറെഡി കിട്ടിയെന്നല്ല, പിന്നെ ഞാൻ തികഞ്ഞവൻ, ഞാൻ പെർഫെക്റ്റ് ആയി എന്നും അല്ല. പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, ദിസ് ഈസ് എ ഡിസ്റ്റിങ് അസേർഷൻ ഓഫ് ദ അപ്പോസ്റ്റൽ പോൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് റിഗാർഡ് ഹിംസെൽഫ് ആസ് എ പെർഫെക്റ്റ് മാൻ. കുറവുകൾ തനിക്കുമുണ്ട്, പൗലോസ് അപ്പോസ്തലനും എന്തുണ്ട്? കുറവുകളുണ്ട്. അദ്ദേഹവും പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മറന്നുപോകരുത്, നമ്മള് പാപത്തെ സംബന്ധിച്ച്, പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് 3 സ്റ്റേജസ്, 3 ഘട്ടങ്ങൾ ഉള്ളത്
നമുക്കറിയാം, ഒന്നാമത്തെ ഘട്ടം നാം രക്ഷിക്കപ്പെടുമ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. ഗോഡ് സേവ്സ് അസ് ഫ്രം ദ കണ്ടംനേഷൻ ഓഫ് സിൻ. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ്, whenever you accept Jesus Christ as your Lord and Savior, you have been redeemed from the condemnation. That is the first stage of forgiveness of sin. പാപത്തിന്റെ പാപക്ഷമ പ്രാപിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഞാന് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഐ ആം ബീങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് സാങ്ക്ടിഫിക്കേഷൻ സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് സാങ്ക്ടിഫിക്കേഷൻ സ്റ്റേജ്. പാപത്തിന് ഇപ്പോഴും എന്തുണ്ട്? ശക്തിയുണ്ട്. ഞാൻ പൂർണ്ണമായും തികഞ്ഞവനായിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ജഡത്തിൽ ബലഹീനതകൾ ഉണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ദിനം പ്രതി രൂപാന്തരപ്പെട്ട്, മാനസാന്തരപ്പെട്ട്, ഏറ്റുപറഞ്ഞ്, അനുതപിച്ച് ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. പവർ ഓഫ് സിൻ, അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഐ ഹാവ് ബീൻ സേവ്ഡ്. ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്ന്. അപ്പോ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഐ വിൽ ബി സേവ്ഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ഞാൻ രക്ഷിക്കപ്പെടും. എപ്പോഴാ? യേശു കർത്താവിന്റെ വരവിങ്കൽ, അല്ലെങ്കിൽ എൻ്റെ ഉയർപ്പിങ്കൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. എന്റെ പാപത്തിന് എന്നെ ഒന്നും തൊടാൻ പറ്റത്തില്ല. ആ ലെവലിലേക്ക്, ആ ഗ്ലോറിയസ് അവസ്ഥയിലേക്ക് ഞാൻ മാറും. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ റിസറക്ഷനിലാണ് സംഭവിക്കുന്നത്. ഓരോ സപ്പോസ് അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പൂർണ്ണനായി, തികഞ്ഞവനായി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല. ഇനി പാപത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും അദ്ദേഹം അവകാശപ്പെടുന്നില്ല. ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ്, എന്നെ പോലെ ഇനി ആരുമില്ല, ഞാൻ മാത്രമാണ് പെർഫെക്റ്റ് എന്നൊന്നും പൗലോസ് എന്ത് ചെയ്യുന്നില്ല? അവകാശപ്പെടുന്നില്ല. അങ്ങനെ ആ സ്ഥിതിയിൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഇപ്പോഴും താൻ സ്വതന്ത്രനായിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യുകയാണ്? എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഫോളോ ആഫ്റ്റർ. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പിന്തുടരുന്നു. ഞാൻ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് പിന്തുടരുന്നത്? ടു ഒബ്റ്റെയിൻ. ഞാന് പിടിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നില്ല, പക്ഷെ പിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഐ പെർസ്യൂ ദ ഒബ്ജക്ട് സ്ട്രൈവിംഗ് ടു ഒബ്റ്റെയിൻ ഇറ്റ്. ഞാൻ അതിനെ പിന്തുടരുകയാണ്. അപ്പോ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു അത്ലറ്റിക് റേസിനെ, ഗ്രേഷ്യൻ റേസിനെ മുന്നിൽ ഉദാഹരണമായി കാണിച്ചുകൊണ്ടാണ്, അതിനോട് റിസംബിൾ ചെയ്തുകൊണ്ടാണ് പൗലോസ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്റെ പ്രതിഫലം, എന്റെ പ്രൈസ്, എനിക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എനിക്കൊരു അകലത്തിൽ കാണാം. എന്റെ കണ്ണിന് മുമ്പിൽ ദൂരെ എനിക്കത് കാണാം. ഐ ക്യാൻ സീ ദ പ്രൈസ് വിച്ച് ഈസ് സെറ്റ് ഫോർ മീ. അപ്പോ അതിനെ തന്നെ ഡിലിജന്റ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ട് അത് പിടിക്കാൻ വേണ്ടി പൗലോസ് എന്ത് ചെയ്യുകയാണ്? പിന്തുടരുകയാണ്. അപ്പോ ഐ സ്റ്റഡിലി പെർസ്യൂ മൈ കോഴ്സ് എന്നാണ് ആ ഭാഗത്ത് ഞാൻ പിന്തുടരുന്നു എന്നുള്ളതിന്. ബട്ട് ഐ ഫോളോ ആഫ്റ്റർ എന്നതിന്റെ ആ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഐ സ്റ്റഡിലി പെർസ്യൂ മൈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓടും, പിന്നെ ഞാൻ കുറച്ചു നേരം എന്ത് ചെയ്യും? റെസ്റ്റ് എടുക്കും. പണ്ട് മുയലും ആമയും ഓടിയപ്പോ മുയൽ ഓടിയത് പോലത്തെ ഓട്ടമല്ല ഞാൻ ഓടുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഐ സ്റ്റഡിലി പെർസ്യൂ മൈ കോഴ്സ്. ഞാൻ അതിൽ എനിക്ക് എന്തുണ്ട്? സ്ഥിരതയുണ്ട്. ഐ ഫോളോ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് മന്ദതയുള്ളവനാകുന്നില്ല. ഞാൻ ആ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാന് പിടിച്ചു എന്നല്ല, ഞാന് സ്വന്തമാക്കി എന്നല്ല. പിന്നെ if that I may apprehend, if I may obtain or reach the heavenly prize. There was a glorious object in view, and he made most strenuous exertions to obtain it. The idea in the word apprehend is that of taking hold of, or of seizing suddenly and with ഈഗർനെസ്. പിടിക്കാമോ എന്ന് വെച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് അവിടെ എത്തിയാൽ അത് പിന്നെ എന്റെ കയ്യിൽ നിന്ന് ആർക്കും എടുക്കാൻ പറ്റത്തില്ല. I will finish the course and I will have it. I will grab it.
എന്ന ആ ആശയത്തിൽ ആണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഐ മീൻ ആ വിഷയത്തിൽ ഇതിനെ ആ ഒരു ഗ്രീഷ്യൻ റേസുമായിട്ട് അല്ലെങ്കിൽ ഓട്ട മത്സരവുമായിട്ടൊക്കെ അദ്ദേഹം താരതമ്യം ചെയ്യുമ്പോൾ അവിടെ അവിടെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഓട്ടത്തിൽ ആദ്യം ഏറ്റവും മുന്നിൽ നമ്മുടെ ഇന്നാണെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരാൾ മുന്നിലെത്തിയാൽ പോലും കണ്ടുപിടിക്കാൻ അതിനുള്ള സിസ്റ്റം, ക്യാമറ സിസ്റ്റം, അതിനെ അനലൈസ് ചെയ്യാനുള്ള ടെക്നോളജി ഒക്കെ ഇന്നുണ്ട്. എന്നാൽ അന്ന് ഈ പുരാതന കാലത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോ എത്തുന്ന ആൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഫിനിഷിംഗ് പോസ്റ്റ് വെച്ചിട്ടുണ്ട്, ഒരു പോൾ വെച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൽ അവിടെ എത്തുമ്പോഴേക്കും അയാൾ എന്ത് ചെയ്യും? അതിലേക്ക് ചാടി അങ്ങ് പിടിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നേ ഉള്ളൂ എന്ന് പറയുന്നതിന്റെ ആ വാക്ക് അതിൽ നിന്ന് എടുത്തിരിക്കുന്ന വാക്കാണ്. അപ്പോ അവിടെ മീൻസ് ഇതാ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്തുമ്പോ ഞാനാണ് ആദ്യം എത്തുന്നതെങ്കിൽ അത് വേറെ ആരും ഞാൻ അവകാശപ്പെടാതിരിക്കാനായിട്ട്, ഓട്ടത്തിൽ ഞാൻ ഒന്നാമതെത്തി വിജയം നേടി എനിക്ക് ആ വിക്ടറി ക്ലെയിം ചെയ്യാനായിട്ട് അവിടെ ആ റേസിംഗ് കോഴ്സിന്റെ ആ ഫിനിഷിംഗ് പോയിന്റിൽ ഒരു പോൾ വെച്ചിരിക്കുന്നതിൽ ആദ്യം എത്തുന്നയാൾ ആദ്യം ചാടി വീണങ്ങ് അതിനെ പിടിക്കും. അപ്പൊ പിന്നെ വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല ഞാൻ ആദ്യം എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല. ആ വാക്കാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പിടിക്കാമോ എന്ന് വെച്ച് എന്നുള്ള പദം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചാടി പിടിക്കും എന്ന ആശയത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ തന്റെ ആ ഈഗർനെസ് അദ്ദേഹം ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല അദ്ദേഹം ഇവിടെ പറയുന്ന മറ്റു പദം, ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഐ ആം അപ്രിഹെൻഡഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. അപ്പോ യേശു എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് നിയമിച്ചിരിക്കുന്നു, എന്നെ ആക്കി വെച്ചിരിക്കുന്നു, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ആശയത്തിലാണ് ഞാൻ യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നെ കർത്താവ് പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാനും എനിക്ക് മുന്നിൽ കർത്താവ് വെച്ചിരിക്കുന്ന ആ പ്രതിഫലം, പ്രൈസ് പിടിക്കാമോ എന്ന് വെച്ച് ഞാനും ഓടുകയാണ്. അപ്പൊ എനിക്കതൊരു ഉറപ്പാണ്, ഞാൻ പിടിക്കപ്പെട്ടു, എനിക്ക് ഒരു ശുശ്രൂഷ തന്നു, എന്നെ വിളിച്ചു, എന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രൈസ് ഉണ്ട്. എന്നെ കർത്താവ് പിടിച്ചെങ്കിൽ എനിക്കും ആ കർത്താവ് വെച്ചിരിക്കുന്ന പ്രൈസ് പിടിക്കാനായിട്ട് പറ്റും എന്ന ചിന്തയിൽ അദ്ദേഹം ഈ വാക്കുകൾ എഴുതുകയാണ്. നമ്മുടെ ചിന്തയിലും ഇത് തന്നെ വരട്ടെ. വഴക്കി വെച്ച് ഓട്ടം നിന്നു പോകാനല്ല, നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടെ, മറ്റൊന്നും ചിന്തിക്കാതെ, ഏകാഗ്രത തെറ്റിപ്പോകാതെ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. അടുത്ത 13-14 വാക്യങ്ങൾ, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. പക്ഷേ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഓൾറെഡി ഞാൻ അറ്റൈൻ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ഞാൻ ചെയ്യുന്നു. എനിക്കത് പിടിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു, ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. അപ്പൊ ഞാന് പിടിച്ചു എന്ന് സ്വയം ചിന്തിക്കുന്നില്ല. സഹോദരന്മാരെ, ഐ കൗണ്ട് നോട്ട് മൈസെൽഫ് ടു ഹാവ് അപ്രിഹെൻഡഡ്, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല, തെറ്റിദ്ധരിച്ചിരിക്കുന്നില്ല. അപ്പോ എന്നെ വിളിച്ചിരിക്കുന്ന, എന്റെ ആ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചിരിക്കുന്ന എന്റെ വീണ്ടെടുപ്പുകാരൻ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ അത് ഓൾറെഡി സ്വന്തമാക്കി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്ന ആശയത്തിലാണ് പറയുന്നത്. There is something which I strive after, which I have not yet gained. This statement is a confirmation of the opinion that in the previous verse where he says that he was not already perfect, he includes a moral perfection and not merely the obtainment of the prize or reward. അപ്പോ ഇതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്, മുൻപ് പിടിക്കുക എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അവിടെ ചെന്ന് പ്രൈസ് നേടുക എന്നുള്ളത് മാത്രമല്ല, ഒരു മോറൽ പെർഫെക്ഷനിലേക്ക്, സ്വഭാവ രൂപാന്തരത്തിന്റെ, ക്യാരക്ടർ ഫോർമേഷന്റെ പെർഫെക്ഷനിലേക്ക് അതിനായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അതിനെ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അതിലാണ് എനിക്ക് പ്രൈസ് ലഭിക്കുവാനായിട്ട് പോകുന്നത് എന്ന ആശയം കൂടെ അതിനകത്തുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോ പൗലോസ് അപ്പോസ്തലന്റെ ആ ചിന്ത നമുക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മിൽ ഏറെ രൂപാന്തരം സംഭവിക്കാനുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രൈസിന് വേണ്ടിയാണ്. അത് പ്രാപിക്കണമെങ്കിൽ ഞാൻ പിടിച്ചു എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ പിടിക്കാൻ വേണ്ടി എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമോ, രൂപാന്തരം എന്നിൽ സംഭവിക്കണമോ, മാനസാന്തരം എന്തൊക്കെ മേഖലകൾ ഉണ്ടാകണമോ, അത് എനിക്ക് ഉണ്ടാകണം. ദിസ് വൺ തിങ് ഐ ഡു, ഞാൻ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ.
ഒറ്റ കാര്യം. ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ചിലര് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് അവസാനം ഒന്നുമില്ലാത്ത എല്ലാറ്റിനും എല്ലാത്തിനും ഇച്ചിരി ഇച്ചിരി ചെയ്യും. പക്ഷെ എന്ത് ചെയ്യത്തില്ല, ആ നേടേണ്ടതിൽ ഒരിക്കലും എത്തിച്ചേരത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, അടിയും കൊണ്ട് പുളിയും കുടിച്ചു, പിന്നെ പിഴയും അടച്ചു എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താ അതിന്റെ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഒരു തെറ്റ് ചെയ്തു, കോടതി കൊണ്ടുവന്നപ്പോഴേക്ക് പറഞ്ഞു, നിനക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നീ 50 വെള്ളി പിഴ അടയ്ക്കണം, 50 പണം പിഴ അടയ്ക്കണം, അല്ലെങ്കിൽ പഴയ കാലത്ത് 50 സിൽവർ കോയിൻ യു ഹാവ് ടു പേ പെനാൽറ്റി. അതല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു കൂടം പുളിവെള്ളം വെച്ചിട്ടുണ്ട്, എന്തുവാ ടാമറൈൻ വാട്ടർ, സോർ വാട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോ അത് ഒരു കൂടം ബക്കറ്റ് ഓഫ്, അപ്പോ അത് കുടിക്കണം. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് തേർഡ് ഓപ്ഷൻ, യു ഹാവ് വൺ മോർ ഓപ്ഷൻ. If you cannot do both, you can show your back to have 50 strikes. അപ്പോ 50 അടി കൊള്ളാൻ തയ്യാറാകണം എന്ന് പറയുക. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോഴേക്കും ചിന്തിച്ചു, ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുളിവെള്ളം കുടിക്കാൻ ആണ് എളുപ്പമെന്ന് ചിന്തിച്ചു. അടിയും കൊള്ളണ്ട, പൈസ അടയ്ക്കണ്ട, എന്നാ പുളിവെള്ളം കുടിച്ചേക്കാം. പുള്ളി എന്ത് ചെയ്തു, ഒരു ബക്കറ്റ് പുളിവെള്ളം വെച്ചിട്ടുണ്ട്. കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഇത് അങ്ങനെ പെട്ടെന്ന് വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കാൻ പറ്റുന്ന സാധനമല്ല. അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് ഏകദേശം ഒരു വിധത്തിൽ പാടുപെട്ട് ഒരു പകുതി വരെയൊക്കെ ആയപ്പോഴേക്കും പുള്ളിക്ക് പറഞ്ഞു, എനിക്കിനി പറ്റത്തില്ല, ഞാൻ അടി കൊണ്ടോളാം, ഇതിനപ്പുറത്തേക്ക് വരത്തില്ല. അപ്പൊ പറഞ്ഞു, എന്നാ പിടിച്ച് കെട്ട് പുള്ളിയെ. അപ്പോൾ പുള്ളിയെ പിടിച്ച് കെട്ടി അടിക്കാൻ തുടങ്ങി. അടി ഓരോന്നോരോന്നായി വീണു, പുറം പൊളിയാൻ തുടങ്ങി, തൊലി മാറി, സ്കിന്ന് മാറി, ചോര ഒലിക്കാൻ തുടങ്ങി, അടുത്ത് മാംസം പുറത്ത് പറയാൻ തുടങ്ങി. ഒരു 10-20 അടിയായപ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലായി, 50 അടിയാവുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, 50 അടി വരെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പൈസ അടച്ചോളാവേ, ഞാൻ 50 വെള്ളി അടച്ചോളാവേ എന്ന് പറഞ്ഞു. അവസാനം പിഴയടച്ചു. അപ്പോൾ അടിയും കൊണ്ട് പുളിയും കുടിച്ചു, പിഴയും അടച്ചു എന്ന് പറയുന്നത് ഇതാണ്. ആദ്യമേ പിഴ അടയ്ക്കാൻ അത് മാത്രം അങ്ങ് ഫോക്കസ് ചെയ്തെങ്കിൽ മതിയായിരുന്നു എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങൾ ചിലർ ചെയ്യും, പക്ഷെ ഒന്നിലും എന്ത് ചെയ്യത്തില്ല, ലക്ഷ്യത്തിലെത്തത്തില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വൺ തിങ് ഐ ഡു, ഒറ്റ കാര്യമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ പർപ്പസ്, അദ്ദേഹത്തിന്റെ എയിം, ഗ്രേറ്റ് എയിം, ജീവിതത്തിൽ എന്താ, ദൈവം എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യം എനിക്ക് പ്രാപിക്കണം, എനിക്ക് ആ പ്രൈസ് എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഹി ഡിഡ്ന്റ് അറ്റംപ്റ്റ് ടു മിങ്കിൾ ദ വേൾഡ് ആൻഡ് റിലീജിയൻ. വിശ്വാസവും ലോകവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം തയ്യാറാകുന്നില്ല. ആൻഡ് ടു ഗെയിൻ ബോത്ത്, രണ്ടും കൂടെ, മനസ്സിലായോ, അതും വേണം ഇതും വേണം. കക്ഷത്തിലിരിക്കുന്നത് വിടാനും പറ്റത്തില്ല, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം. അത് രണ്ടും കൂടെ നടക്കത്തില്ല, അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. ഹി ഡിഡ് നോട്ട് സീക്ക് ടു ഒബ്റ്റെയിൻ വെൽത്ത് ആൻഡ് സാൽവേഷൻ ടു. ലോകത്തിലെ സമ്പത്തെല്ലാം നേടി അതോടൊപ്പം രക്ഷയും നേടാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അത് നടക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. ഓർ ഓണർ ഹിയർ ആൻഡ് ദ ക്രൗൺ ഓഫ് ഗ്ലോറി ഹിയർ ആഫ്റ്റർ. ബട്ട് ഹി ഹാഡ് വൺ ഒബ്ജക്ട്, വൺ എയിം, വൺ ഗ്രേറ്റ് പർപ്പസ് ഓഫ് സോൾ. പണ്ട് ഒരാളോട് ചോദിച്ചു, നിനക്ക് ധനവാന്റെയും ലാസറിന്റെയും സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ട് യേശു പഠിപ്പിച്ച ആ പാരബിള്, ദ പാരബിൾ ഓഫ് റിച്ച് മാൻ ആൻഡ് ലാസറസ്, അത് പഠിപ്പിച്ചിട്ട് ചോദിച്ചു, ഈ ഉപമ, ഈ പാരബിള് കേട്ടല്ലോ, നിനക്ക് ഇതിൽ ആരെ പോലെ ആകണം? അപ്പോ ഈ പറഞ്ഞ ആള്, കേട്ടയാള് മറുപടി പറഞ്ഞു, ഈ ലോകത്തിൽ ധനവാനെ പോലെയും പരലോകത്തിൽ ലാസറിനെ പോലെയും ആകണം. ദിസ് വേൾഡ് ഐ വാണ്ട് ടു ബി ലൈക്ക് എ റിച്ച് മാൻ, ആൻഡ് ഇൻ ഹെവൻ ഐ വാണ്ട് ടു ബി ആസ് ലാസറസ്, ആഫ്റ്റർ ദ ഡെത്ത് ആസ് ലാസറസ്. ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. പൗലോസിന് മനസ്സിലായി, either wealth or salvation, either honor on this earth or crown of glory hereafter. അപ്പോ ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. But he had one object, one aim, one great purpose of soul. To this singleness of purpose he owed his extraordinary attainments in piety and his uncommon success as a minister. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയിലെ വിജയത്തിന്റെ രഹസ്യം. ഒത്തിരി ഉപദ്രവം സഹിച്ചിട്ടും, നിന്ന സഹിച്ചിട്ടും, അടിയേറ്റിട്ടും, കല്ലേറ് കൊണ്ടിട്ടും, ജയിലറയിൽ കഴിഞ്ഞിട്ടും, ഒടുവിൽ തന്റെ കഴുത്ത് വെട്ടി കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ടും പിന്മാറാതെ വിജയിച്ചതിന്റെ രഹസ്യം എന്താ? ഹിസ് ഗോൾ വാസ് only one. only one thing I do. എനിക്ക് മറ്റൊന്നും ചിന്തയില്ല, മറ്റൊന്നും എൻ്റെ ഫോക്കസിലില്ല.
A man will accomplish little who allows his mind to be distracted by a multiplicity of objects. A Christian will accomplish nothing who has not a single great aim and purpose of soul. That purpose should be to secure the prize and to renounce everything that would be in the way to its attainment. Let us then so live that we may be able to say that there is one great object which we always have in view, and that we mean to avoid everything which would interfere with that. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. എന്റെ ജീവിതത്തിൽ മറ്റൊന്നും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കാൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ ഓടും എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ചിന്തയും ലക്ഷ്യവും. പക്ഷെ അതിനെന്തോ ചെയ്യണം? മുമ്പിലുള്ളത് നോക്കിയാൽ മാത്രം പോരാ. ഫൊർഗെറ്റിംഗ് ദോസ് തിങ്സ് വിച്ച് ആർ ബിഹൈൻഡ്. പുറയിലുള്ളതിനെ മറക്കുകയും വേണം, പിമ്പിലുള്ളതിനെ മറക്കുകയും വേണം. തിരിഞ്ഞു നോക്കി ഓടിയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ പ്രൈസ് നേടാനായിട്ട് പറ്റത്തില്ല. There is an allusion here undoubtedly to the Grecian races. ഒരാൾ എന്ത് ചെയ്യുന്നു? ഓടുന്ന ആള് മറ്റൊന്നും പുറകിലുള്ള യാതൊന്നും അവൻ എന്ത് ചെയ്തില്ല, അവൻ തിരിഞ്ഞു നോക്കത്തില്ല. അവന്റെ കൂടെ മത്സരിക്കുന്നവര് എത്ര തൊട്ട് പുറകിലുണ്ടോ, ഒരുപാട് പുറകിലാണോ, ഇതൊന്നും അവൻ നോക്കത്തില്ല. പുറകിലേക്ക് നോക്കുന്ന പ്രശ്നമേ അവിടെ ഇല്ല. അവന്റെ നോട്ടം, അവന്റെ ഐ സ്റ്റഡിലി ഓൺ ദ പ്രൈസ്. അവന്റെ കണ്ണ് എവിടെ തന്നെയാ? ആ ലക്ഷ്യത്തിൽ വെച്ചിരിക്കുന്ന പ്രൈസിൽ മാത്രമാണ്, ട്രോഫിയിൽ അല്ലെങ്കിൽ ആ കിരീടത്തിൽ മാത്രമാണ് അവന്റെ ലക്ഷ്യം. ആൻഡ് സ്ട്രെയിൻ എവറി നെർവ് ദാറ്റ് ഹി മൈറ്റ് ഒബ്റ്റൈൻ ഇറ്റ്. I mean, if his attention was diverted for a moment from that, it would hinder his flight and might be the means of his losing the crown. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പൗലോസ് അപ്പോസ്തലൻ? ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഓട്ടക്കാരൻ എങ്ങനെയാണോ തന്റെ ആ പ്രൈസിനെ ലക്ഷ്യമാക്കി അത് മാത്രം ഫോക്കസ് ചെയ്ത് ഓടുന്നത്, അതുപോലെ എൻ്റെ കണ്ണുകൾ ആ കർത്താവ് വെച്ചിരിക്കുന്ന ആ ബിരുദിനെ, ആ കിരീടത്തെ, ആ ലക്ഷ്യത്തെ, അതിലെത്തുവാൻ മാത്രമേ, അതിനെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? ഫോക്കസ് ചെയ്യുന്നുള്ളൂ. It was single object in his view. I mean, and he did not allow his mind to be diverted from that by anything, not even by the contemplation of the past. പഴയ കാലങ്ങളിലെ കുറവുകളോ വീഴ്ചകളോ അല്ലെങ്കിൽ പരിമിതികളോ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ അലോസരപ്പെടുത്തിയ വിഷയങ്ങളോ ഒന്നും പൗലോസ് എന്ത് ചെയ്യുന്നില്ല? തന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നില്ല. ആമേൻ. അതുപോലെ തന്നെ he did not stop to think of the difficulties which he had overcome or the troubles which he had met, but he thought of what was yet to be accomplished. ഞാൻ ഇതുവരെ വന്ന വഴികളിൽ ചാടിക്കടന്ന ബുദ്ധിമുട്ടുകളോ അനുഭവിച്ച വേദനകളോ അനുഭവിച്ച ത്യാഗങ്ങളോ ഇതൊന്നും ഞാൻ പുറകോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചത് ഇതൊക്കെയാ ഇതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. എന്താ കാരണം? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ തന്റെ മുന്നിലേക്ക് തനിക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്ന് മാത്രം ചെയ്യുന്നു, മുമ്പിലുള്ളതിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ ഓട്ടം മുന്നോട്ട് തന്നെ ഓടുകയാണ്. ഇതിന്റെ അർത്ഥം, ഈ പുറകിലുള്ളത് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളോ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ എന്നുള്ള നിലയ്ക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞു എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ എന്താണ്? തന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടത്തെ പ്രതിയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം അതാണ് നമ്മെ മുന്നോട്ട് വീണ്ടും ഇനിയും എന്നോട് കൂടെ ദൈവം ഇരിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്നു, ദൈവത്തിന്റെ കൃപയാണ് എൻ്റെ ആത്മാവിനെ രക്ഷിച്ചത് എന്നുള്ള ആ ബോധ്യം, ആ നന്ദിയുള്ള ഹൃദയം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും പറ്റത്തുള്ളൂ. പിന്നെയോ, ആൻഡ് ടു തിങ്ക് ഓഫ് ഹിസ് ഷോർട്ട് കമിങ്സ് ആൻഡ് എറേഴ്സ് ടു പ്രൊഡ്യൂസ് പെനിറ്റൻസ് ആൻഡ് ഹ്യൂമിലിറ്റി. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തിയ ആ വിഷയങ്ങൾ, അതിന് ദൈവത്തോട് നന്ദി പറയുന്നതിൽ നിന്നൊന്നും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറയുന്നത്, എൻ്റെ മുന്നിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്ന ഒന്നിനെയും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കുന്നില്ല. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ അങ്ങനെയുള്ള ഒരു പരാജയങ്ങളെയും ഒരു ഇടർച്ചകളെയും ഞാൻ എൻ്റെ ഓർമ്മയിൽ വെക്കുന്നില്ല. എന്നാൽ ദൈവം ചെയ്ത നന്മകളും ദൈവം ചെയ്ത ഉപകാരങ്ങളും കർത്താവ് വീണ്ടെടുത്തതും രക്ഷിച്ചതും ഒക്കെ ഉറപ്പായിട്ടും ഞാൻ ഓർക്കും, ഞാൻ അതിന് നന്ദി കരേറ്റും. അത് പൗലോസിന്റെ ലേഖനങ്ങളിൽ എഫേഷ്യൻസ് ചാപ്റ്റർ 2 അത് ആവർത്തിച്ചിരിക്കുന്നത്, ഒരു കാലത്ത് നമ്മൾ ലോകത്തിന്റെ കാലഗതിയൊക്കെ അനുസരിച്ച് നടന്നവരാ എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം. പഴയത് അങ്ങനെ എന്തുകൊണ്ട് പഴയതിനെ നോക്കുന്നില്ല എന്ന് പറയുന്നത്, എന്നെ മുന്നോട്ട് പോകുന്നതിന് തടസ്സം
ആകുന്ന പഴയതിനെ യാതൊന്നിനെയും ഞാൻ ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആമേൻ. അപ്പോ പുറകിലേക്ക് നമുക്ക് നോക്കിയാൽ ഒരുപാട് കുറവുകൾ നമുക്ക് പറയാനുണ്ട്, അല്ലെ? ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഹൃദയ തകർച്ചകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ആമേൻ താഴ്ചകൾ ഒക്കെ നമുക്ക് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്ന അവിശ്വസ്തതകൾ, നമ്മുടെ നമ്മൾ പലപ്പോഴും ആമേൻ എന്താ പറയാ, ശീതവാന്മാരായത്, ചിലപ്പോഴൊക്കെ നമ്മൾ അലസന്മാരായത്, നമ്മൾ ആമേൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച നമ്മുടെ ആ സീലൊക്കെ കുറഞ്ഞു പോയ സന്ദർഭങ്ങൾ, ആമേൻ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ട്. പക്ഷെ അതും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, അതുകൊണ്ട് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന വീഴ്ചകളോ കുറവുകളോ പരാജയങ്ങളോ, ആമേൻ, every failures that we had in our past, we have to forget it. We have to leave it away. We have to throw it away and should pursue the goal which is set ahead of us. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട്, മറ്റുള്ളതിനെല്ലാം മറന്നു കളയാനായിട്ട്, പഴയ കാലങ്ങളിലെ പരാജയങ്ങളും വീഴ്ചകളും എല്ലാം മറന്നു കളഞ്ഞ് ലക്ഷ്യത്തിലേക്ക് ഓടുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആൻഡ് റീച്ചിങ് ഫോർത്ത് ആസ് വൺ ഡസ് ഇൻ ദ റേസ്. ഞാന് പിടിക്കാമോ അല്ലെങ്കിൽ എത്തിച്ചേരാമോ എന്ന് വെച്ച് എന്നാ പറയുന്നത്. ആൻഡ് ടു ദോസ് തിങ്സ് വിച്ച് ആർ ബിഫോർ, മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോ അന്നത്തെ ഓട്ടക്കളത്തിൽ, ഓട്ട മത്സരത്തിൽ, ഓൺ ദോസ് ടൈംസ് ഇൻ ഗ്രീഷ്യൻ റേസസ്, we know that there are crown or garland to be bestowed by the judges of the games. ആ ഓട്ടത്തിൽ വിജയിക്കുന്ന ആളിന് കൊടുക്കാനായിട്ട് മാലയോ അല്ലെങ്കിൽ കിരീടമോ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ന് ഒലിവില കൊണ്ടൊക്കെയാണ്. അതാവുമ്പോൾ കുറെ കാലം ഒലിവില പെട്ടെന്ന് വാടിപ്പോകത്തില്ല, നശിച്ചു പോകത്തില്ല. അതുകൊണ്ടൊക്കെ കിരീടങ്ങൾ ഉണ്ടാക്കി സമ്മാനിക്കുമായിരുന്നു. അതിൽ ചില അടയാളങ്ങളൊക്കെ വെച്ച് സമ്മാനിക്കുമായിരുന്നു. ബിഫോർ ദ ക്രിസ്ത്യൻ ദർ ഇസ് എ ക്രൗൺ ഓഫ് ഗ്ലോറി. എന്നാൽ നമ്മുടെ മുന്നിലുള്ളത് എന്താണ്? വാടിപ്പോകുന്ന കിരീടമല്ല, തേജസ്സിന്റെ കിരീടമാണ്. ഇറ്റേണൽ റിവാർഡ് ആണ് നമുക്ക് സ്വർഗത്തിൽ കർത്താവ് വച്ചിരിക്കുന്നത്. There is the favor of God, victory over sin and death, the society of the redeemed and of angelic beings, and the assurance of perfect and eternal freedom from all evil. ഇതെല്ലാം നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന ലക്ഷ്യമാണ്, പ്രൈസസ് ആണ്. ദൈവം മുമ്പിൽ വച്ചിരിക്കുന്ന പ്രതിഫലങ്ങളാണ് ഈ പറയുന്നതെല്ലാം. എന്തുണ്ട്? ക്രൗൺ ഓഫ് ഗ്ലോറി ഉണ്ട്, തേജസ്സിന്റെ കിരീടമുണ്ട്, ഇറ്റേണൽ റിവാർഡ്, സ്വർഗത്തിലെ നിത്യ പ്രതിഫലങ്ങളുണ്ട്, ദൈവത്തിന്റെ നിത്യ സാന്നിധ്യം, കരുണ, നിത്യ കരുണ നമുക്ക് അവിടെയുണ്ട്. പാപത്തിന്മേലും മരണത്തിന്മേലും പൂർണ്ണമായ നിത്യമായ ജയം അവിടെയുണ്ട്. പിന്നെ സൊസൈറ്റി ഓഫ് ദ റെഡീംഡ് ആൻഡ് ഓഫ് ഏഞ്ചലിക് ബീങ്സ്, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സംഘം അവിടെ ഉണ്ട്, ദൂതന്മാർ അവിടെ ഉണ്ട്. പ്രൈസ് ലോർഡ്. നമ്മൾ പാടാറുണ്ടല്ലോ, ദൈവദൂതന്മാരുണ്ട് അവിടെ എന്നൊക്കെ നമ്മൾ പാടാറുള്ളത് പോലെ ഇതെല്ലാം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന, ഇനി പാപത്തിനും പിശാചിനും നമ്മെ തൊടുവാൻ കഴിയാത്ത ആ നിത്യമായ സ്വാതന്ത്ര്യം, എറ്റേണൽ ഫ്രീഡം നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിനെ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഓടാനായിട്ട്. എൻ്റെ മുന്നിൽ ഇതൊക്കെയാ വെച്ചിരിക്കുന്നത് എന്ന ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ വരുന്ന താൽക്കാലികമായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഇതൊന്നും കണ്ട് മടുത്തു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ച് നിൽക്കരുത്. മുന്നോട്ട് തന്നെ ഓട്ടം ഓടണം, പുറകോട്ട് പോകരുത്. സ്റ്റെപ്പ് ഫോർവേഡ്, മൂവ് ഫോർവേഡ്. you are in a race course. So do it. Move forward. അപ്പോ അതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഈ വിഷയമാണ്. എനിവേ, നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ട് പോകാം. അടുത്ത ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഇതാണ്, ഞാൻ ഐ പ്രസ് ടുവേർഡ് ദ മാർക്ക്. മാർക്ക് എന്ന് പറയുമ്പോഴേക്കും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഹി വാസ് റണ്ണിങ് എ റേസ് ഡീറ്റ്. അപ്പോ ദ മാർക്ക് മീൻസ് പ്രോപ്പർലി ദ ഒബ്ജക്ട് സെറ്റപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് at which one looks or aims, and hence the goal or post which was set up at the end of race course and which was to be reached in order that the prize might be won. Here it means that which is at the end of the Christian race in heaven. സ്വർഗത്തിൽ നിത്യതയിലെ പ്രതിഫലങ്ങളാണ് ഇവിടുത്തെ മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന വിരുദ്,
എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ ദ പ്രൈസ് ഓഫ് ദ റൈസർ വാസ് എ ക്രൗൺ ഓഫ് ഗാർലൻഡ് ഓഫ് ഒലിവ്, ലോറൽ, പൈൻ ഓർ ആപ്പിൾ. ഇതൊക്കെയാണ് അന്ന് പൗലോസിന്റെ കാലത്ത് ഈ വിന്നറിന് കൊടുക്കുന്ന പ്രൈസസ് ആണ് ഈ പറയുന്ന സംഭവങ്ങൾ. പക്ഷേ ദ പ്രൈസ് ഓഫ് ദ ക്രിസ്ത്യൻ ഈസ് ദ ക്രൗൺ ദാറ്റ് ഈസ് ഇൻകറപ്റ്റബിൾ ഇൻ ഹെവൻ. വാടാത്ത കിരീടം, നശിച്ചു പോകാത്ത കിരീടമാണ് സ്വർഗത്തിൽ ഒരു ദൈവ പൈതലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. 1 Corinthians 9:24 ഈ സെയിം വാക്ക്, ഈ പദം ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതല്ലാതെ പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും ഈ പദം പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോ ഇവിടെ ഇറ്റ് ഈസ് വെരി റയർ ഇൻ സെക്യുലർ ഗ്രീക്ക്, ബട്ട് ഇറ്റ് ഈസ് connected with the common word for the arbiter or umpire who awarded the athletic prize. In Christian Latin, അല്ലെങ്കിൽ Latin translationലൊക്കെ, in the Latin versions here, it appears transliterated as brevium. ഗ്രീക്കിൽ ബ്രാബിയോൻ എന്നാണ് ഗ്രീക്കിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ ലാറ്റിൻ വാക്ക് ബ്രാവിയം ഓർ ബ്രേബിയം. ഗ്രീക്കിൽ ബ്രേബിയോൻ എന്ന പദം നമുക്ക് കാണാനായിട്ട്, അതിന്റെ അർത്ഥം ദ പ്രൈസ് ഈസ് ദ ക്രൗൺ, glory everlasting as the blessed result and triumph of the work of grace of the life of faith. രക്ഷിക്കപ്പെട്ട ആ കൃപയിൽ ജീവിച്ച വ്യക്തികളുടെ ആ വിജയിക്കുന്ന ട്രയംഫ്, വിജയകാഹളം മുഴങ്ങുന്ന ആ നിമിഷം സമ്മാനിക്കപ്പെടുന്ന നിത്യമായ വാടാ കിരീടങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ പ്രൈസ് എന്ന നിലയിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വിരുദ് പ്രാപിക്കും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെയും ലക്ഷ്യം ആ വിരുദ് തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രൈസിനെ ലക്ഷ്യമാക്കി ഓടുവാൻ, മറ്റെല്ലാം മറന്ന് ഓടുവാൻ നമുക്ക് ദൈവം കൃപ തരുമാറാകട്ടെ. നോക്കൂ, പൗലോസ് അപ്പോസ്തലൻ അടുത്ത് പറയുന്നത് പരമവിളിയുടെ വിരുദ്, പരമവിളി ഓഫ് ദ ഹൈ കോളിംഗ് ഓഫ് ഗാഡ്. നമുക്ക് ലഭിച്ച വിളി എന്താണ്? പരമവിളിയാണ്, ഹൈ കോളിംഗ് ആണ്. എന്താ ഹൈ കോളിംഗ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിച്ച് ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് ദ കോളിംഗ്. ഗോഡ് ഹാസ് കോൾഡ് us to great and noble efforts, to a career of true honor and glory, to the attainment of a bright and imperishable crown. It is a calling which is high or upward, that is, which tends to the skies. ഉയരങ്ങളിലേക്കെത്താൻ, ഉന്നതങ്ങളിലേക്കെത്താൻ, സ്വർഗത്തിലേക്കെത്താൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഉയരത്തിൽ നിന്നുള്ള വിളിയാണ്. He has been summoned by God through the gospel of the Lord Jesus to secure the crown. അപ്പോ നമ്മുടെ പരമവിളി, ഹൈ കോളിംഗ്, ഉന്നത വിളി, അതിനെ മറന്നു പോകരുത്. അത് എവിടെ നിന്നുള്ള വിളിയാണ്? ദൈവത്തിൽ നിന്നുള്ള വിളിയാണ്, സ്വർഗത്തിൽ നിന്നുള്ള വിളിയാണ്. എവിടേക്കുള്ള വിളിയാണ്? സ്വർഗത്തിലെ പ്രതിഫലങ്ങളിലേക്കുള്ള വിളിയാണ്. അതിനെ മറന്നു പോകരുത്. ആ വിളിയുടെ ലക്ഷ്യം അത് പ്രാപിക്കാൻ, അത് നമ്മിൽ ഏറ്റെടുക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇറ്റ് മേ ഹി ഈസ് ഇഫ് ഹി വിൽ നോട്ട് ഫെയിന്റ് ഓർ ടയർ ഓർ ലുക്ക് ബാക്ക്വേർഡ്. ഇറ്റ് ഡിമാൻഡ്സ് ഹിസ് ഹയസ്റ്റ് എഫേർട്സ് ആൻഡ് ഇറ്റ് ഈസ് വർത്ത് all the exertions which a mortal can make even better. അപ്പോൾ നമുക്ക് നോക്കുക, ദൈവം നമ്മെ വിളിച്ച വിളിയെ നമ്മൾ മാനിച്ച് മുന്നോട്ട് തന്നെ ഓടുക. പിന്നെ പൗലോസ് അപ്പോസ്തലൻ അടുത്തൊരു പ്രബോധനം പറയുകയാണ്. തന്റെ സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ട് അടുത്ത പ്രബോധനം പറയുകയാണ്. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഇപ്പോ നമുക്ക് നോക്കാം, പൗലോസ് അപ്പോസ്തലൻ അടുത്ത ഉപദേശമായിട്ട്, എക്സോർട്ടേഷൻ ആയിട്ട് പറയുകയാണ്, ലെറ്റ്സ് therefore as many as be perfect. ഇനി പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈ ഇത്രയും അധ്വാനിക്കുകയും ഇത്രയും ഓടുകയൊക്കെ ചെയ്യുന്ന ഞാൻ എന്നെ തന്നെ ആരെന്ന് കരുതുന്നില്ല, പെർഫെക്റ്റ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഞാൻ പൂർണ്ണൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. I am not perfect. That's what Paul already declared here. And now he is pointing towards others and says, if there are somebody who thinks that they are perfect, let them also think like this. അതാ പൗലോസ് ഉദ്ദേശിക്കുന്നു. rather those who would be perfect, അല്ലെങ്കിൽ പൂർണ്ണരാകണമെന്ന് ആഗ്രഹിക്കുന്നവരും എന്ന ആശയം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. who are aiming at perfection. എനിക്ക് ആ കർത്താവിൽ തികഞ്ഞവനാകണം. അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, അല്ലെ? നമ്മളെ കർത്താവ് വിളിച്ചത് കർത്താവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. ആ തികഞ്ഞവനാകണം എന്ന ആഗ്രഹമുള്ള ഏതൊരാൾക്കും, ഇറ്റ് ക്യാൻ ഹാർഡ്ലി ബി സപ്പോസ് ദാറ്റ് ദി അപ്പോസ്റ്റൽ വുഡ് അഡ്രസ് ദം ആസ് ഓൾറെഡി പെർഫെക്റ്റ് when he had just said of himself that he had not attained to that state. But those whom he addressed might be supposed to be aiming at perfection, and he exhorts them therefore
to have the same spirit that he himself had and to make the same efforts which he himself put forth. നമ്മൾ പൂർണ്ണത ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനെ പോലെ ആകാനായിട്ട് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ അനുഭവം അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള ഈ ചിന്ത നമ്മെയും ഭരിക്കണം. ഞാൻ എല്ലാം ആയി, ഇനി എനിക്കൊന്നും പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കർത്താവിനായിട്ട് ചെയ്യാനില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി കൂടുതൽ രൂപാന്തരമൊന്നും വരാനില്ല, ഞാനെല്ലാം നീതിയിൽ തികഞ്ഞു എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, ഞാൻ പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെർഫെക്ഷനിലെത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളും അவ்விധം തന്നെ എന്നെപ്പോലെ തന്നെ ചിന്തിക്കുക. എപ്പോഴാണോ ഒരു വ്യക്തി ഞാൻ എല്ലാം തികഞ്ഞവൻ എന്ന് ചിന്തിക്കുന്നത്, അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിൽ ജീവനോട്ടിരിക്കുമ്പോൾ എന്ന് അങ്ങനെ ചിന്തിക്കുന്നു, അപ്പോൾ അയാളുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച അവിടെ അവസാനിക്കുകയാണ്. അതൊരിക്കലും മരണം വരെയും നമുക്ക് ആ പൂർണ്ണതയിൽ കർത്താവിനെ പോലെ ആകാനുള്ള ആഗ്രഹവും അതിനുവേണ്ടിയുള്ള എഫേർട്ടും കുറഞ്ഞു പോകരുത്. ആമേൻ. അപ്പോ പൗലോസ് പറയുകയാണ്, ബി ദസ് മൈൻഡഡ്. ഈ ചിന്ത നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ബി യുണൈറ്റഡ് in the effort to obtain the prize and to become entirely perfect. Let them put forth the same effort which I do, forgetting what is behind and pressing forward to the mark. ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ഞാൻ എങ്ങനെയാണോ ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടു ഓടുന്നത്, അതുപോലെ നിങ്ങളും ഓടാൻ തയ്യാറാവുക എന്ന പ്രബോധനമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പിന്നെ ഇവിടെ അടുത്ത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വേറെ വിധമായി ചിന്തിച്ചാൽ. എന്താ ഈ വേറെ വിധമായി ചിന്തിച്ചാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന? ആൻഡ് ഇഫ് എനിത്തിങ് ഈ ബി അതർവൈസ് മൈൻഡഡ്, നിങ്ങൾ ആരെങ്കിലും ഇനി മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ഇഫ് ദർ വെർ എനി എമംഗ് ദം ഹു ഹാഡ് നോട്ട് ദീസ് എലവേറ്റഡ് വ്യൂസ് ആൻഡ് എയിംസ് ആൻഡ് ഹു ഹാഡ് നോട്ട് ബീൻ ബ്രോട്ട് ടു സീ ദ നെസസിറ്റി ഓഫ് സച്ച് എഫേർട്സ് or who had not learned that such high attainments were possible. ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ ഇടയിൽ മറ്റു വിധത്തിൽ വല്ല ചിന്ത ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഈ വിഷയങ്ങളിൽ ഈ ഉയർന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെയും അറിവില്ല എങ്കിൽ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാഴ്ചപ്പാടില്ല എങ്കിൽ, അല്ലെങ്കിൽ സ്വർഗീയ പ്രതിഫലങ്ങളെക്കുറിച്ചൊന്നും ആരെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ അതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ഇല്ലെങ്കിൽ, അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇടണം, അതിനുവേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ മുമ്പിലേക്ക് ആഞ്ഞോടണം എന്ന ചിന്ത ഇതുവരെ ഇല്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, അപ്പോ മാത്രമല്ല ഈ ഉയർന്ന പ്രതിഫലങ്ങൾ എനിക്ക് പ്രാപിക്കാൻ ദൈവം വെച്ചിരിക്കുന്നതാണ്, അത് എനിക്കുള്ളതാണ് എന്ന ചിന്ത ഇതുവരെ നിങ്ങൾക്കാർക്കും വന്നിട്ടില്ലെങ്കിൽ, അതൊക്കെയാണ് വേറെ വിധമായി ചിന്തിച്ചാൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Paul had laid aside every obstacle, renounced all the Jewish opinions which had impeded his salvation, and had now one single aim, that of securing the prize. But there might be those who had not attained to those or these views, and who were still impeded and embarrassed by erroneous opinions. ഇപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ച ഈ കാഴ്ചപ്പാട് പ്രാപിക്കാത്ത പലരും അവിടെ ഉണ്ടാകാം. ഇപ്പോഴും ചുറ്റുമുള്ള പലതിനാലും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന പലരും ഉണ്ടാകാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അപ്പോ അങ്ങനെയുള്ള ചിന്താഗതി നിങ്ങൾക്കാർക്കെങ്കിലും വേറെ വിധമായി വല്ലതിലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ, ഗോഡ് ഷാൽ റിവീൽ ഈവൻ ദിസ് അൺടു യു. ദൈവം തന്നെ ഇതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ആ ലക്ഷ്യം മുൻനിർത്തി ഓടാനുള്ള ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങളിൽ ആരെങ്കിലും വേറെ വിധമായി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ദൈവം ഇത് തന്നെ എന്ത് ചെയ്യും? എനിക്ക് ദൈവം തന്ന വെളിപ്പാട് നിങ്ങൾക്കും ദൈവം നൽകിത്തരും. God shall reveal even this unto you. He will correct your erroneous opinions and disclose to you the importance of making this effort for the prize. This is the expression of an opinion that to those who were sincere and true Christians, God would yet make a full revelation of the nature of religion, or would lead them on so that they would fully understand it. They who are acquainted with religion at all, or who have been truly converted, God will teach and guide until they shall have a full understanding of divine things. നമുക്കെപ്പോഴും ഈ ആഗ്രഹം നമുക്കുണ്ടാകണം. യഥാർത്ഥമായി സത്യസന്ധമായി ദൈവിക കാര്യങ്ങളെ, ആത്മീയ കാര്യങ്ങളെ കൂടുതലായി അറിയാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി തരും, അതിനുള്ള വെളിപ്പാടുകൾ ദൈവം നൽകിത്തരും. അപ്പം നമ്മുടെ
ഈ ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച്, സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയാനുള്ള വാഞ്ചയും അതിനുവേണ്ടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും നമ്മൾ കുറെ കൂടെ ഉയർന്ന പരിജ്ഞാനമുള്ളവരായി, ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് കുറെ കൂടെ ഉയർന്ന പരിജ്ഞാനമുള്ളവരായി മാറേണ്ടതുണ്ട്. ഞാൻ അത് പറയുമ്പോൾ ഒരിക്കൽ ഒരു ഉദാഹരണം, ഒരു പാസ്റ്ററുടെ അടുക്കൽ ഒരു ഒരു അപ്പച്ചൻ പാസ്റ്റർ, ഞാൻ ഇടയ്ക്ക് ഉദ്ധരിക്കാറുള്ള KL സണ്ണി എന്ന് പറഞ്ഞ് മരിച്ചുപോയി ഒരു 3-4 വർഷം മുമ്പ്, ഒരു ദേവദാസൻ, ട്രിവാൻഡ്രത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി സഭകളൊക്കെ സ്ഥാപിച്ച ദേവദാസൻ. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു ദേവദാസൻ വന്നിട്ട്, ഒരു പ്രവാചകൻ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ, പാസ്റ്റർ എപ്പോൾ മരിക്കും എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആമേൻ. അപ്പൊ ഇത് കേട്ടപാടെ ഈ പാസ്റ്റർക്ക് അപ്പൊ തന്നെ അത്യാവശ്യം പ്രായമുണ്ട്, നടക്കാനൊക്കെ കുടയൊക്കെ കുത്തിയാണ് നടക്കുന്നത്, കാലൻ കുടയുണ്ടല്ലോ, അതൊക്കെ കുത്തിയാണ് നടക്കുന്നത്. അപ്പോ ഈ വന്ന ആള് ഈ പദം പറഞ്ഞപ്പോഴേ പാസ്റ്റർ ഒരുപാട് പ്രവചനങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് വന്നയാളിന്റെ ആ ഉദ്ദേശ്യം എത്രയും ഇദ്ദേഹത്തിന് 10 വർഷം കൂടെ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് 5 വർഷത്തിനുള്ളിൽ പറഞ്ഞു വിടാനുള്ള ആ ഒരു ഇതിലാണ് വന്നത് എന്നറിയാവുന്നത് കൊണ്ട് അപ്പച്ചൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞ വാക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എന്ന് വരെ ജീവിച്ചിരിക്കുമെന്ന്. രണ്ടും ഒന്നല്ലേ? ഇദ്ദേഹം വന്ന പ്രവാചകൻ പറഞ്ഞത് പാസ്റ്റർ എപ്പോൾ മരിക്കുമെന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തി ഞാൻ പറയാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പറയണമെന്നില്ല, ഞാൻ എന്ന് വരെ ജീവിക്കും എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വന്നയാളിന്റെ ക്യൂരിയസ്, രണ്ടും ഒന്നാണെന്ന് അതേ ചിന്തിച്ചത്. അപ്പോ അപ്പച്ചൻ ഉദ്ദേശിച്ചത്, അപ്പച്ചന് കുറച്ച് തമാശയും കൂടാ. അപ്പച്ചൻ പാസ്റ്റർ പറഞ്ഞു, ഞാന് മരിക്കുന്ന നിമിഷം വരെ ഞാൻ ജീവിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാട് എന്നോട് പറയണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോ നമുക്ക് പലപ്പോഴും ഈ ആത്മീയ കാര്യങ്ങളെ നമ്മൾ കാണുന്നത് പലപ്പോഴും ഇതുപോലെ. തീർച്ചയായിട്ടും നമ്മൾ മനോവ്യസനത്തിലിരിക്കുമ്പോൾ ദൈവം നമ്മളെ ദൂതുകളിലൂടെ ആശ്വസിപ്പിക്കും. നമുക്ക് ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം അതിനെക്കുറിച്ച്, ദൈവത്തിന്റെ ഹിതം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തും. അതിന് ചിലപ്പോൾ നമ്മളോട് ദൈവം നേരിട്ട് സംസാരിക്കും, ചില വേളകളിൽ അതിനെ കൺഫേം ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, 100 പ്രവാചകന്മാർ നിങ്ങളോടൊരു ദൂത് പറഞ്ഞാലും, 100 പ്രവാചകന്മാർ നിങ്ങളോട് ഒരേ ദൂത് ഒരുപോലെ പറഞ്ഞാലും, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വ്യക്തിപരമായി ദൈവത്തിൽ നിന്നത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് വേണമെങ്കിൽ കൃപയിൽ ആശ്രയിച്ച് അടയാളം ചോദിക്കാം. പക്ഷേ യു ഹാവ് ടു ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ടു കൺഫേം ഗോഡ്സ് പ്ലാൻ അബൌട്ട് യുവർ ലൈഫ്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ബാക്കി എല്ലാം നല്ലതാണ്, ദൂതുകൾ, പ്രവചനങ്ങൾ, അതൊക്കെ നമുക്ക് ആവശ്യമാണ്, എല്ലാം അനുഗ്രഹമാണ്. ഞാനും അതിനെ നിരുത്സാഹപ്പെടുത്താറൊന്നുമില്ല. ചില വേളകളിൽ നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ അത് ആവശ്യമാണ്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൂതുകൾ. ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യബോധം, പല കാര്യങ്ങളിലും നമുക്ക് തന്നെ ഒരു പക്ഷേ ദൈവം നമ്മോട് സംസാരിച്ച കാര്യങ്ങളെ കൺഫേം ചെയ്യാൻ മറ്റൊരാളെ ഉപയോഗിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഈ വിധത്തിൽ വേണം അതിനെ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്ത് ഫോർ എക്സാമ്പിൾ നമുക്ക് തീർച്ചയായിട്ടും വിഷയങ്ങൾ അറിയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കും കുറച്ചുകൂടെ സ്ട്രൈവ് ചെയ്യാൻ, പെർസ്യൂ ചെയ്യാൻ ഒക്കെ കഴിയും. ഒരു കൃത്യമായ ദിശയിൽ സഞ്ചരിക്കാനൊക്കെ അത് നമ്മെ സഹായിക്കും. ഇതെല്ലാം ആവശ്യമാണ്. മോർ ഓവർ, ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണ്, അടുത്ത വർഷം ഞാൻ നിന്നെ അമേരിക്കയിൽ അയക്കും എന്നൊരു പ്രവാചകൻ പറയുമ്പോൾ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആകേണ്ട കാര്യമില്ല. കാരണം ഇത് പ്രവാചകൻ പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, പ്രവാചകൻ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ദൈവം അവിടെ അയക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് ഓവർ എക്സൈറ്റഡ് ആകേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് വേണ്ട കാഴ്ചപ്പാട് നമ്മുടെ ആത്മീയ ജീവിത രൂപാന്തരം, നമ്മിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രൈസ്, സ്വർഗീയമായ ഹെവൻലി പ്രൈസ്, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായിരിക്കണം നമ്മുടെ ഫോക്കസ്, അതായിരിക്കണം നാം ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് വേണം രാവും പകലും നാം ധ്യാനിക്കേണ്ടത്. ഒരു ദൈവ പൈതൽ ദൈവത്തെക്കുറിച്ച്, ഞാൻ രാവിലത്തെ സെഷനിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലാണ് വളരേണ്ടത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, വിസ്ഡം ആൻഡ് നോളജ് ഓഫ് ഗോഡ് ആൻഡ് അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിലുള്ള പരിജ്ഞാനത്തിലും വിവേകത്തിലുമാണ് ദൈവമക്കൾ വളരേണ്ടത്. അതാണ് വളർച്ച, അതാണ് യഥാർത്ഥ വളർച്ച. ബാക്കി എക്സൈറ്റ്മെന്റ് ഒക്കെ
ഇച്ചിരി കഴിയുമ്പോഴേക്കും ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. ആമേൻ. പക്ഷേ ആത്മീയ പരിജ്ഞാനം അനുസരിച്ച് നടക്കുക. ഇവിടെയോ അത് തന്നെ പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ വേഴ്സ് 16 സെയിം തിങ്. രാവിലെ നമ്മൾ ചിന്തിച്ച അതേ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് വായിച്ച അതേ ഭാഗം തന്നെ ഇവിടെയും പറഞ്ഞത്. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ആമേൻ. നമ്മൾ ഇതുവരെ അറിഞ്ഞത് അനുസരിച്ച് നടന്നിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഈ സമയത്ത് നമ്മോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. ആമേൻ. ആമേൻ. ആർ വി ലിവിങ് അക്കോർഡിംഗ് to the knowledge that we have already attained? Amen. Nevertheless, whereto we have already attained, let us walk by the same rule. This is the most wise and valuable rule, and a rule that would save much difficulty and contention in the church if it were honestly applied. The meaning is this, that though there might be different degrees of attainment among Christians and different views on many subjects, yet there were points in which all could agree. There were attainments which they all had made, and in reference to them they should walk in harmony and love. ദൈവസഭ പൊരുത്തപ്പെട്ട് ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. പ്രാപിച്ച, കേട്ട, അറിഞ്ഞ പരിജ്ഞാനം അനുസരിച്ച് നടന്നാൽ മതി. Just obey it. Just do that. They had more elevated views of religion. They had higher knowledge. They were nearer perfection. Others had less advantages of education and instruction, had fewer opportunities of making progress in the divine life, and would less understand the higher mysteries of the Christian life. They might not see the truth or propriety of many things which those in advance of them would see clearly. അപ്പോൾ പല പല ആത്മീയ വളർച്ചയുടെ പല സ്റ്റേജസിലുള്ളവരാണ് നമ്മളെല്ലാവരും. ചിലര് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞവരായിരിക്കും, ചിലർ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞവരായിരിക്കും. പക്ഷേ ഈ പരിജ്ഞാനം അനുസരിച്ച് നടന്നാൽ നമുക്ക് ദൈവസ്നേഹത്തിൽ ഒരു മനസ്സോടെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആമേൻ. ഈ ഭാഗത്ത് ആമേൻ ഈ 3-ാമത്തെ പാർട്ടിൽ തൽക്കാലം ഇന്ന് നമ്മൾ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കേട്ട ആമേൻ ആ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ പരിശോധിക്കാൻ നമ്മൾ ഇത് തന്നെയാണോ ചെയ്യുന്നത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് ആമേൻ മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണോ നാം ചെയ്യുന്നത്? അതോ നമ്മള് ഞണ്ടുകൾ നടക്കുന്നത് പോലെ നടക്കുകയാണോ? ഞണ്ട് നടക്കുന്നത് എങ്ങനെയാണ്? കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയിലെങ്കിലും കാണണം. നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ ഞണ്ടുകളെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു. ഞണ്ട് കോൺഫറൻസ്. ഇപ്പൊ നമ്മള് അവിടെ CJP എന്ന് പറഞ്ഞതിന് കോക്രോച്ച് എന്നതുപോലെ ക്രാബ് കോൺഫറൻസ് ആണെന്നു. ക്രാബ് കോൺഫറൻസിലെ പ്രധാന ഒറ്റ അജണ്ട ഉണ്ടായിരുന്നുള്ളൂ. The entire world is blaming us that we are not walking forward. അതാണ് ക്രാബ് കോൺഫറൻസിലെ വി ഹാവ് ടു സോൾവ് ദാറ്റ് ഇഷ്യൂ. നമ്മൾ അത് പരിഹരിച്ച് മുമ്പോട്ട് നടക്കണം. ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പൊ ചില വലിയ തിയറീസ് ഒക്കെ അവതരിപ്പിച്ചു, പ്രബന്ധങ്ങൾ, തിസീസ് ഒക്കെ അവതരിപ്പിച്ചു. മിടുക്കന്മാരായ ബുദ്ധിമാന്മാരായ ഞണ്ടുകൾ ചിലരൊക്കെ അവർ പറഞ്ഞു, if you want to move forward, our focus should be forward and our body language should be in the form of forward. We have to stretch out our arms and legs towards forward. We have to grab our body forward. അങ്ങനെ ഒരുപാട് തിയറീസ്, അതിന്റെ തിസീസ് ഒക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് എല്ലാവരും കൈകടിച്ചു, പാസ്സാക്കി. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നാ നമുക്ക് ഇപ്പോ കോൺഫറൻസ് കഴിഞ്ഞു, നമുക്ക് ഇന്ന് മുതൽ പറഞ്ഞതുപോലെ പോകാം എന്ന് പറഞ്ഞ് ഈ തിസീസ് അവതരിപ്പിച്ച ആള് തന്നെ എന്ത് ചെയ്തു? ആ സ്റ്റേജിൽ നിന്ന് എങ്ങോട്ട് നടന്നു? പുറകോട്ട് നടന്നു പോയി. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ലക്ഷ്യബോധങ്ങളും നമ്മുടെ ദർശനങ്ങളും നമ്മൾ നടക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ലക്ഷ്യം നേടാൻ എന്ത് ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതെല്ലാം പറഞ്ഞ് അറിഞ്ഞ് എല്ലാം അവതരിപ്പിച്ച് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ എന്താണോ മുൻപായിരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്.
ദൈവം നമ്മോട് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ഞാൻ മുമ്പോട്ടായി പിമ്പിലുള്ളത് മറക്കുന്നു. ലെറ്റ് us stride forward, pursue the goal which is set ahead of us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.